ദേവുവിന്റെ പ്രതിശ്രുതവരൻ സഞ്ജയ് കാനഡയിൽ നിന്നും എത്തുന്നു. സഞ്ജയുടെ അപ്രതീക്ഷിതമായ വരവ് ദേവുവിനെ അമ്പരപ്പിക്കുന്നു. നേരിൽ കാണണം എന്ന ദേവുവിന്റെ ആവശ്യപ്രകാരം സഞ്ജയ് SM മോളിലെത്തുന്നു. സഞ്ജയെ കണ്ട് പരിസരം മറന്ന് ദേവു സഞ്ജയെ കെട്ടിപ്പിടിക്കുന്നു. സഞ്ജയുടെയും ദേവുവിന്റെയും സംസാരം മധ്യേ SM മോളിലേക്ക് സാന്ദ്രയും മറ്റുദ്യോഗസ്ഥരും വന്നിറങ്ങുന്നു. സാന്ദ്രയെ കണ്ട് സഞ്ജയുടെ മനസ്സിൽ ചില മോഹങ്ങൾ പൂവിടുന്നു. തുടർന്ന് കാണുക. ഇതെല്ലാം ഞാൻ വായിച്ചു നോക്കിയതാണ്. ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റ്. പ്രമാണം വായിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. രണ്ടാം കക്ഷിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ കേട്ടല്ലോ, എന്താ അഭിപ്രായം? ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അടുത്ത പണി രജിസ്റ്റർ ചെയ്യലാണ്. അതിനെ തുടർന്നാണ് പണമിടപാട്. അപ്പോ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് കാണാം. ശരി ശരി ശരി. മോളെ, മാമാട്ടിക്ക് നല്ല പനിയാ. രാവിലെ നീ പോയതിനു ശേഷം ഞാൻ ചെന്ന് നോക്കുമ്പോൾ കട്ടിലെ കിടക്കുകയായിരുന്നു. തൊട്ടു നോക്കിയപ്പോൾ തീ പോലെ ചൂട്. ഇന്ന് അവളെ ഞാൻ കൂടെ കൊണ്ടുപോകാത്തതിന്റെ സങ്കടത്തിൽ വരുത്തി കൂട്ടിയതായിരിക്കും. കഷ്ടം. കോംപ്ലിക്കേറ്റഡ് ആയ കുറെ കേസുകളും പിന്നെ കുറെ യാത്രകളും ഉണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ അവളെ കൊണ്ടുപോകാതിരുന്നത്. വാശി കുറച്ച് കൂടുതലാ മോളെ. എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ആഹാരം തൊട്ടു നോക്കിയിട്ടില്ല. അതെന്താ? അമ്മ എവിടെ, അമ്മ എപ്പോ വരും, അമ്മ വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന ഒരേ പല്ലവിയായിരുന്നു. മരുന്ന് വല്ലതും കൊടുത്തോ? ആർദ്ര ടാബ്ലറ്റ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആഹാരം കഴിക്കാതെ മരുന്ന് കൊടുക്കാനും പറ്റില്ലല്ലോ മോളെ. മോളെ, എങ്ങനെയെങ്കിലും അതിന്റെ വാശിയൊന്ന് കുറച്ചെടുക്കാൻ നോക്ക്. ചക്കരക്കുട്ടി പിണങ്ങി കിടക്കുകയാണോ? വേറെ ഒരുപാട് തിരക്കുള്ളതുകൊണ്ടല്ലേ അമ്മ മോളെ കൊണ്ടുപോകാതിരുന്നത്. ദേ, ഇന്ന് മോള് വന്നിരുന്നെങ്കിലേ ആകെ കഷ്ടമായേനെ. കൂടെ വന്നിട്ട് പനി വന്നിരുന്നെങ്കിൽ എല്ലാ ഒഫീഷ്യൽ പരിപാടികളും മുടങ്ങിപ്പോയില്ലേ? അങ്ങനെ ഉണ്ടായ അത് അമ്മയുടെ ജോലിയെ ബാധിക്കില്ലേ? അമ്മയുടെ ജോലി ഇല്ലാതാവുന്നത് മാമാട്ടിക്ക് ഇഷ്ടാണോ? ഈ പനിയൊന്ന് മാറിക്കിട്ടിയ മാമാട്ടി അമ്മ എവിടെയൊക്കെ കൊണ്ടുപോകുന്നറിയോ? ഇങ്ങോട്ട് നോക്ക്. സൂ, മ്യൂസിയം, പാർക്ക്, ബീച്ച്, ഡാം, ലേക്ക് എല്ലായിടത്തും കൊണ്ടുപോകും. മറ്റാരും കൂട്ടില്ല. ഞാനും എന്റെ മാമാട്ടിയും മാത്രം. മോളെന്താ ആഹാരമൊന്നും കഴിക്കാഞ്ഞേ? അമ്മ പോയിന്ന് ഞാൻ കരുതിയേ. എന്തിനാ അങ്ങനെ കരുതുന്നേ? അമ്മ ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ സ്വപ്നം കണ്ടു. ഓ, അപ്പൊ സ്വപ്നമാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇനി മുതല് എന്റെ മാമാട്ടിക്കുട്ടി നല്ല സ്വപ്നങ്ങൾ മാത്രം കണ്ടാ മതി. സമ്മതിച്ചോ? ആ സ്വപ്നത്തിൽ ആരൊക്കെ ഉണ്ടാവും? അമ്മയും മാമാട്ടിയും. അതെ, വേറെ ആരും വേണ്ട നമുക്കിടയില്. പേര് വല്ലതും കിട്ടിയോ? കിട്ടി. സഞ്ജീവനി ഹോസ്പിറ്റൽ. ഓ, സഞ്ജയുടെ ഹോസ്പിറ്റൽ സഞ്ജീവനി അല്ലേ? എടി മണ്ടി, പുരാണമൊക്കെ കുറച്ച് വായിക്കണം. വെറുതെ ഗമയില് നടന്നാ പോരാ. എന്നാലും ആ പേര് എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആളെ ഞാൻ കണ്ടുപിടിച്ചു. ആരാണാവോ? പറയട്ടെ. പറഞ്ഞു തൊലക്ക്. ദേവു സുരേഷ് മേനൻ. അയ്യേ, എന്താ ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ല. എടി, ഉദ്ഘാടനം ചെയ്യുന്നതേ കുറെ പേരും പ്രശസ്തിയും മനസ്സ് നിറയെ നന്മയുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തിക്കോളാം. നീയേ ഫോൺ വെച്ചിട്ട് പോ. ഹലോ,
ഇതും കൂടെ ഉള്ളൂ. ആ ആ മതി അമ്മ. മതി മതി. ഇന്നും കൂടി കഴിഞ്ഞാ മോളുടെ പനി വിട്ടു മാറിക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോവാം. ഓക്കെ? ആ ആ ആ. ഇന്നത്തോടെ തന്നെ പനി മാറണം. കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാ പനി പമ്പ കടന്നിരിക്കും. അമ്മേ, എവിടെയാ പമ്പ? പമ്പ എന്ന് കേട്ടിട്ടില്ലേ? ശബരിമലയ്ക്കടുത്തുള്ള പമ്പ നദി. ശബരിമല എവിടെയാ? പമ്പ കടന്നിട്ടാ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പൊ പനി ശബരിമലക്ക് പോവല്ലേ? പനി എന്തിനാ ശബരിമലയ്ക്ക് പോകുന്നത്? അമ്മയല്ലേ പറഞ്ഞേ മരുന്ന് കഴിച്ച പനി പമ്പ കിടക്കുമെന്ന്. മിടുക്കി. അമ്മയെ നീ വാക്കിൽ കുടുക്കി കളഞ്ഞല്ലോ. ഇന്ന് അമ്മയ്ക്ക് ഒരുപാട് യാത്രയുണ്ടോ? ഇന്ന് യാത്രയില്ല. മുഴുവൻ സമയവും ഓഫീസിൽ തന്നെ ഇരിക്കും. മോളുടെ പനി മാറിയിരുന്നെങ്കിലേ മോളെയും കൊണ്ടേ അമ്മ പോവായിരുന്നുള്ളൂ. അത് സാരമില്ല, ഞാനില്ലെങ്കിലും അമ്മ ബോറടിക്കാതിരുന്നാ മതി കേട്ടോ. ഇതാണ് മോൾക്ക് ബോറടിക്കാതിരിക്കാനുള്ള സൂത്രം. ഇതുകൊണ്ടേ ഫുട്ബോൾ കളിക്കണം. അമ്മ തിരിച്ചു വരുമ്പോഴേക്കും 10 ഗോൾ അടിച്ചിരിക്കണം. ഞാൻ 100 ഗോൾ അടിക്കും. മിടുക്കി. സാന്ദ്ര ഇന്ന് നേരത്തെ പോയോ? ഏയ്, അവള് പതിവ് സമയത്ത് തന്നെയാ പോയത്. എനിക്കറിയാം, SM ഷോപ്പിംഗ് മോൾ പൊളിച്ചെടുക്കാനുള്ള പോക്കാത്. ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ലേ? അയ്യോ, ഇതാ കേട്ടില്ലേ, അതിന്റെ തുടക്കം അത്. എന്തൊക്കെയാണോ അവിടെ തകർക്കുന്നത്? ആ അസത്തിന്റെ വേല അത്. ഞാനും നോക്കട്ടെ. എന്താടി കാണിക്കുന്നേ? നിന്നോടാ ചോദിച്ച എന്തായി കാണിക്കുന്നേന്ന്. നീ അടങ്ങി ഒതുങ്ങി അവിടെ എങ്ങനെ പോയിരുന്നേ? പനിക്കാരി അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ ഫുട്ബോളും കളിച്ച് നടക്കുന്നു. ഇനിയും വല്ലതും മറിച്ചിട്ട് പൊട്ടിച്ചാലുണ്ടല്ലോ. കൊച്ചേ, പന്ത് കളിക്കണമെങ്കിൽ പുറത്തു പോയി കളിക്ക്. ചെല്. കൈ മുറിയും നോക്കി. മകളുടെ ഗുണവിശേഷങ്ങൾ ചിലതൊക്കെ തന്നെ അറിയിക്കണമെന്ന് തോന്നി. എന്താ സാർ പുതിയ വിശേഷം? കുഴപ്പമായിട്ടുള്ളത് വല്ലതാണോ? നല്ലതായിട്ടുള്ള എന്തെങ്കിലും പറയാനും കേൾക്കാനും അവസരം ഉണ്ടാവുന്നില്ലല്ലോ. ചിലപ്പോൾ തോന്നും അവൾ അവളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന്. മറ്റു ചിലപ്പോൾ തോന്നും അവൾ അവളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നേയില്ലെന്ന്. എന്താ സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കറിയാലോ, എനിക്കുള്ളതെല്ലാം, എന്റെ പേരിലുള്ളതെല്ലാം അവളുടേതാണ്, അവൾക്കുള്ളതാണ്. അത് സാർ എപ്പോഴും പറയുന്നതല്ലേ? SM മാളിന്റെ ഒരു വലിയ പോർഷൻ പൊളിച്ചു കളയണമെന്നാണ് അവളുടെ നിലപാട്. എന്തിന്? അതിൽ കുറെ ഭാഗം പുറമ്പോക്കാണെന്നാണ് അവളുടെ കണ്ടെത്തൽ. സത്യത്തിൽ അങ്ങനെ തന്നെയാണോ? നമ്മുടെ മകൾ കണ്ടെത്തിയതും സത്യമല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്കാവില്ല. ഒരു തോമസ് മാത്യുവിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആ പ്ലോട്ട് വാങ്ങിയത്. ആ ഡോക്യുമെന്റ്സ് പ്രകാരം അത് നേരായ ഭൂമി തന്നെയാണ്. എന്താ ഇപ്പൊ ചെയ്യുക? ഞാൻ കുറെ മുകളിലോട്ട് ചെന്നൊരു പിടിപിടിച്ചാൽ പ്രശ്നം തീർത്തെടുക്കാം. പക്ഷേ ഇങ്ങനൊരു തർക്കത്തിൽ എന്റെ മകൾ തോൽക്കുന്നത് കാണാൻ എനിക്കാവില്ല. അവളുടെ തന്നെ വസ്തു നശിപ്പിച്ചിട്ട് വേണോ അവൾക്ക് ജയിക്കാൻ? കഷ്ടം തന്നെ. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയാണ്.
ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ പറ. അവളുടെ തോൽവിയെക്കുറിച്ച് സാറ് വേവലാതിപ്പെടണ്ട. കയ്യിലുള്ളത് നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി സാറ് നോക്കിക്കോ. അച്ഛ, ഹോസ്പിറ്റലിന്റെ പുതിയ പേര് കണ്ടുപിടിച്ചു. സഞ്ജീവനി. സഞ്ജീവനി, നല്ല പേര്. ആശുപത്രിക്ക് ഇതിലും നല്ലൊരു പേര് കണ്ടുപിടിക്കാനില്ല. നല്ല ചിന്താശക്തിയുള്ളവർക്ക് മാത്രമേ ഇങ്ങനൊരു പേര് തോന്നൂ. സഞ്ജയ് മോൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാ. ഉദ്ഘാടകനായിട്ടൊരാള് വേണമല്ലോ. അങ്കിളെ, ഉദ്ഘാടകൻ തന്നെ വേണമെന്നില്ലല്ലോ. ഉദ്ഘാടകയായാലും പോരെ. മതി. നമുക്ക് ഹെൽത്ത് മിനിസ്റ്റർ വിളിക്കാം. ഹോസ്പിറ്റലാവുമ്പോ അതാണ് ചേർച്ച. ഞാനൊരു സജഷൻ പറയാം. അങ്കിൾ ആത്മാർത്ഥമായിട്ടൊരു അഭിപ്രായം പറയണം. പറയാം. എന്താ സജഷൻ? ഇവിടുത്തെ സബ് കളക്ടർ സാന്ദ്ര മേനോനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാലോ? അയ്യേ, സബ് കളക്ടറെ കൊണ്ടോ? വേറെ ആരെയും കണ്ടില്ലേ? ഏയ്, നമ്മുടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ അവളായിട്ടില്ല. 50 കോടിയുടെ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരു കട്ട ലോക്കൽ സബ് കളക്ടറോ? കേട്ടിട്ട് തന്നെ എനിക്ക് തല ഇറങ്ങുക. സഞ്ജയ്, ഇങ്ങനൊരു തീരുമാനം താൻ യഥാർത്ഥത്തിൽ എടുത്തു തന്നെയാണോ? അതെ അങ്കിൾ, അവരിപ്പോ ഈ ജില്ലയിലെ താരമല്ലേ. ആ കാര്യം ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. നമ്മുടെ ഷോപ്പിംഗ് മോൾ പൊളിക്കാൻ നടക്കുന്ന സ്ത്രീ അവര്. അന്ന് സഞ്ജു കണ്ടതല്ലേ അവരവിടെ കാണിച്ചു കൂട്ടിയ പ്രവർത്തികള്. അനിയത്തിയുടെ ഫ്രണ്ടാണ് ഞാനെന്ന് പറഞ്ഞിട്ടും എന്നെ മൈൻഡ് പോലും ചെയ്തില്ല അവര്. എനിക്കിഷ്ടമല്ല അവരെ. നമ്മുടെ ഹോസ്പിറ്റൽ അവർ ഇനോഗ്രേറ്റ് ചെയ്യണ്ട. അല്ല അങ്കിൾ, അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ശരി, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണമല്ലോ. കാര്യം, ആ സബ് കളക്ടർ നമുക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. എന്നാലും ഏറ്റെടുത്ത ജോലിയോട് അങ്ങേയറ്റത്തെ കൂറും നിശ്ചയദാർഢ്യമുള്ളവളാണ്. പിന്നെ എന്തിനും പോകുന്ന ചങ്കുറപ്പുണ്ട്. ഈ ഗുണങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ആ സബ് കളക്ടർ ഉദ്ഘാടകയാകുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. മോൾക്ക് അവളോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അത് അവളുടെ കുറ്റമല്ല. പറ്റുമെങ്കിൽ മോൾ അവളെ പോലെ ആകാൻ ശ്രമിക്കും. എങ്കിൽ ഉദ്ഘാടനത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ പോകുമ്പോ അങ്കിളും എന്റെ ഒപ്പം വരണം. മോനെ, അത് എന്താ അങ്കിൾ, വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഞാനുമായി ചില തർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് എന്നെ കണ്ടാൽ അവർ ചിലപ്പോൾ വന്നെന്ന് വരില്ല. ഹോസ്പിറ്റൽ ഉടമയായ ഡോക്ടർ എന്ന നിലയ്ക്ക് സഞ്ജയ് തനിയെ ചെന്ന് ക്ഷണിക്കുന്നതാണ് നല്ലത്. ശരി അങ്കിൾ. മാമാട്ടി, മാമാട്ടി, ഈ കൊച്ചത് എവിടെ പോയി? മാമാട്ടി, മാമാട്ടി, ഈ കൊച്ചത് എവിടെ പോയി? മാമാട്ടി, മാമാട്ടി, എന്താ എടുത്തി? എന്റെ മാമാട്ടി എവിടെയും കാണുന്നില്ല. നീ ഒന്ന് നോക്കി അങ്ങോട്ട്. എന്താ ചേച്ചി? എന്താ? ആ കൊച്ചിനെ എവിടെയെങ്കിലും കാണുന്നില്ല. ഇവിടെയൊക്കെ കളിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ. ചേച്ചി എല്ലാവരും നോക്കിയോ? അവൾ അകത്തെങ്ങുമില്ല. പുറത്ത് നോക്കിയിട്ട് കാണുന്നുമില്ല. ദൈവമേ, ആരെങ്കിലും വന്ന്. ചേച്ചി വന്നേ, നമുക്ക് നോക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ ഡോക്ടർ സഞ്ജയ് മേനോൻ. ഇരിക്കൂ. താങ്ക് യു. എന്താ കാര്യം? ഉപരിപഠനം കഴിഞ്ഞ് കാനഡയിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റൽ വാങ്ങി. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തി. സഞ്ജീവനി മെഡിക്കൽ സെന്റർ, അതാണ് പേര്. അടുത്ത ആഴ്ച മുതൽ അത് പ്രവർത്തിപ്പിച്ച് തുടങ്ങണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നാട്ടിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ്. രോഗികൾക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടിനും പോകേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടുമല്ലോ.
ശരി, ഹോസ്പിറ്റൽ തുടങ്ങുന്നു. ഇവിടുന്ന് എന്തെങ്കിലും ചെയ്തു കിട്ടാനുണ്ടോ? ഉണ്ട്. അതാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അനുകൂലമായൊരു പ്രതികരണം ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. സംഗതി എന്താണെന്ന് പറഞ്ഞോളൂ. നീതി നിയമവും അണുവിട പോലും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കാൻ തക്ക ആർജവുമുള്ള സബ് കളക്ടർ. അതിന് പിന്തുണയായി ഇച്ഛാശക്തിയും ഡിറ്റർമിനേഷനും. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് രാജ്യത്തിന് ശ്രേയസ്സും പുരോഗതിയും കൊണ്ടുവരാൻ കഴിയും. സബ് കളക്ടറുടെ പ്രവർത്തന ശൈലി നേരിട്ട് കാണാൻ ഇടവന്നപ്പോ വലിയ അഭിമാനം തോന്നിയിരുന്നു എനിക്ക്. വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. സഞ്ജീവനി മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം ഉചിതമായ കൈകൾ കൊണ്ട് നിർവഹിക്കപ്പെടണമെന്നുണ്ട്. സബ് കളക്ടർ അത് ചെയ്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. അതിന് ഞാൻ തന്നെ വേണമെന്നുണ്ടോ? യോഗ്യരായ എത്രയോ ആൾക്കാരുണ്ട്. നാട്ടിൽ യോഗ്യരായ ആളുകൾ ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ നമ്മുടെ ഈ ഹോസ്പിറ്റൽ മൾട്ടി ഫെസിലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അതിന് ദീപം തെളിയിക്കേണ്ടത് ഒരു സൂപ്പർ സ്പെഷ്യൽ പേഴ്സണാലിറ്റി ആയിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എതിരൊന്നും പറയരുത്, ഞങ്ങളെ നിരാശപ്പെടുത്തരുത് പ്ലീസ്. ശരി, ഞാൻ വരാം. താങ്ക് യു വെരി മച്ച്. ശരി മാഡം. മാമാട്ടി, മോളെ, നന്ദേട്ടാ, പിന്നാമ്പുറത്തൊന്നും കാണാനില്ല. ഇതെവിടെ പോയി? നീ വന്നേ, നമുക്ക് അവിടെ വാച്ചി. മോളെ, മാമാട്ടി, മോളെ, മാമാട്ടി, മോളെ, മാമാട്ടി, മോളെ, ദേ ബോള്. അയ്യോ, ഇത് അവള് കളിച്ചോണ്ടിരുന്ന ബോളല്ലേ? നോക്ക് മോളെ, നോക്ക്. മോളെ, മാമാട്ടി, മാമാട്ടി, മോളെ, മാമാട്ടി, മോളെ, മോളെ, മാമാട്ടി. അയ്യോ, ഷടാ, ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുവാ? ഇനി ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയതാണോ? എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെങ്ങാനും വീട് എന്തെങ്കിലും പറ്റിയാ പിന്നെ പോലീസായി പട്ടാളമായി ആകെ തലവേദനയാവും. ഈ സാന്ദ്ര ഉണ്ടാക്കുന്ന ഓരോരോ കുരുക്കളെ. നന്ദ, നന്ദ, എനിക്കൊരു സമാധാനവും ഇല്ല. സാന്ദ്രയോട് ഞാൻ എന്തു പറയും? ചേച്ചി ടെൻഷൻ അടിക്കാതെ, ആ കൊച്ചു ഇവിടെ എവിടെങ്കിലും കാണും. കുരുത്തം കെട്ട കുട്ടിയാത്. ചിലപ്പോ അവളുടെ രക്ഷിതാക്കൾ തന്നെ എടുത്തോണ്ട് പോയതും ആവാം. നിനക്ക് അങ്ങനെ പറയാം. സാന്ദ്ര എന്നെ വിശ്വസിച്ചല്ലേ ആ കുട്ടി ഇവിടെ നിർത്തിയിട്ട് പോയത്. ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിക്കട്ടെ. ഹലോ അമ്മേ. ഇവിടെ ഒന്നും കാണുന്നില്ല. നീ വാ. മോളെ, അമ്മേ, മോളെ, അവൾ ഇവിടെയൊക്കെ കളിച്ചോണ്ട് നടക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കാൻ നോക്കുമ്പോഴാ കാണാനില്ലെന്ന് അറിയുന്നത്. എന്നിട്ട് എല്ലായിടവും തെരഞ്ഞു. ഒടുവില് പറമ്പിന്ന് അവള് കളിച്ചോണ്ടിരുന്ന പന്ത് കിട്ടി. മനസ്സിലിരിപ്പ് പോലെ അവൾ ഇല്ലാതായപ്പോ തൃപ്തിയായല്ലോ എല്ലാവർക്കും. മോളെ, മാമ, എന്താ ഇതൊക്കെ? തെരയുന്നുണ്ട് മോളെ. അപ്പ തുടങ്ങി തെരച്ചില. പന്ത് ഇവിടുന്ന് കിട്ടിയ സ്ഥിതിക്ക് വേറെങ്ങ് നോക്കണ്ടല്ലോ. ഒന്നും മിണ്ടാതിരിക്കെ. എന്റെ മാമാട്ടി അങ്ങോട്ടൊന്നും പോവില്ല. അമ്മേ, ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ? സാധാരണ പോലെ അല്ലാതെ ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോന്ന്? ഇല്ല മോളെ. നല്ല പോലെ ആലോചിച്ചിട്ട് പറ. ആരെങ്കിലും? ഒരുപക്ഷെ സ്ത്രീ ആയിരിക്കാം ആ മീൻകാരി. ഇല്ല, ആരും വന്നില്ല. ഉറപ്പാണോ?
SM സാറ് വന്നിരുന്നു, അല്ലാതെ വേറെ ആരും വന്നില്ല.